പാസ്റ്റർ കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലിൽ പൊങ്ങിയത് ദ്രവ്യദാസന്മാർ മുതൽ വെപ്പാട്ടുകൾ ഉള്ളവന്മാർ വരെ. സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ IPCയിൽ വന്നവർക്ക് അടിവിലിൽ കുടുങ്ങിയ പെരിച്ചാഴികളുടെ അവസ്ഥ എന്ന തലക്കെട്ടോടെ IPC കൂട്ടായ്മയിലെ പാസ്റ്റർ കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ ആദ്യ ഭാഗം ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നൂറുകണക്കിന് കോളുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർമാർ ചമഞ്ഞു നടക്കുന്നവന്മാരിൽ പണം പിടിച്ചു പറിക്കുന്നവന്മാരും വ്യഭിചാരികളും കുടുംബം കലക്കുകളും മാത്രമല്ല വെപ്പാട്ടുകൾ വരെയുള്ള ആഭാസന്മാർ വരെയുണ്ട് എന്ന് തെളിവുകൾ സഹിതം വിശ്വാസികൾ ഞങ്ങൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ ആഭാസന്മാരായ ദ്രവ്യദാസന്മാരെ ഓരോന്നായി അവരുടെ കളസവും കൗമീനവും അഴിച്ച് ഞങ്ങൾ വിശ്വാസികളുടെ മുന്നിൽ നിർത്തി തരുന്നതാണ്. ഇവനൊക്കെയാണ് കർത്തൃമേശ എടുത്ത് നിങ്ങളുടെ അതരത്തിൽ വെച്ച് തരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവമേ എന്ന് നിലവിളിച്ച് പുറകോട്ട് വീഴും. ഒരു കോവയ്ക്കയുടെ വലിപ്പമുള്ള ഉപകരണം ഒരു വിശ്വാസിനിക്ക് അയച്ചു കൊടുത്ത ഒരു പാച്ചർമോൻ ഈ തിരുവനന്തപുരത്തുണ്ട്. അവൻ്റെ മറുഭാഷ ഒന്ന് കേൾക്കേണ്ടതാണ്. 56 വയസ്സുള്ള ഒരു അമ്മാമ്മയുടെ അടുത്ത് അമ്മ കുഞ്ഞിലേ മരിച്ചുപോയി, അതുകൊണ്ട് അമ്മിഞ്ഞ കുടിക്കുവാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു പാച്ചർപ്പയിലുണ്ട്. പുനലൂരുകാരനാണ് കക്ഷി. അവൻ്റെ വിവാഹം ഈ മെയ്യിൽ നടക്കുവാൻ പോവുകയാണ്. അവൻ്റെ സംഭാഷണം ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അപ്പൻ്റെ കയ്യിൽ ആ വിശ്വാസിനിയുടെ ഭർത്താവ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവനെയും നമുക്ക് അടുത്തയാഴ്ച പരിചയപ്പെടാം. അവൻ ആത്മാവിലാകുമ്പോഴാണത്രേ അമ്മിഞ്ഞ കുടിക്കുവാൻ തോന്നുന്നത്. അങ്ങനെ എന്തെല്ലാം ഐറ്റങ്ങൾ. സൂത്രം സൂത്രം. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് കത്തോലിക്ക സഭയിൽ വൈദികനായിരുന്ന മടത്തിലമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പമെല്ലാം തിന്ന് എല്ലിനിടയിൽ കൊഴുപ്പ് കുത്തിയപ്പോൾ സൂത്രം സൂത്രം പറഞ്ഞ് നടക്കുന്നവന്മാർ കൂടെ പോയാൽ വല്ല രക്ഷയും കിട്ടുമെന്ന് കരുതി കുപ്പായം വലിച്ചു പറിച്ചു കളഞ്ഞ് വീട്ടിൽ പെറ്റുകിടന്ന പട്ടയ്ക്ക് കിടക്കുവാൻ ദാനം ചെയ്ത് IPCയിൽ പ്ലാച്ചറായ വർഗീസിന് പറയാനുള്ളത് കേൾക്കുക. ഈ പ്രസ്ഥാനത്തിൽ വന്ന് 35 വർഷം കഴിഞ്ഞയാളുടെ വെളിപ്പെടുത്തലാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഒരു കത്തോലിക്ക പുരോഹിതനായ ഞാൻ പിൻകാലത്ത് ഈ പെന്തക്കോസ്തിൽ വന്നു. IPCയിലേക്ക് ആണ് ഞാനും വേല ചെയ്യുന്നത്, സുവിശേഷ വേല ചെയ്യുന്നത്. ഈ ഇപ്പൊ കെ.വി. തോമസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ അച്ചായനോട് സംസാരിച്ചതൊക്കെ ഞാൻ ഇതിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥ സത്യമാണ് കേട്ടോ. അച്ചായൻ പറയുന്നത് യഥാർത്ഥ സത്യമാണ്. ഞാനൊരു കത്തോലിക്കയിൽ നിന്ന് വന്നതാണ്. തോന്നില്ല ഇത് എന്തിന്റെ കേടായിരുന്നു എനിക്കെന്ന് സ്വയം അച്ചായൻ ചോദിക്കുന്നില്ലേ? തീർച്ചയായും ഇതൊരു യുവന്മാർ ഭയങ്കര ജാതിയും മതവും എന്ന് പറയുന്ന ഇതിലാണ് അച്ഛാ ഇതിലുള്ളത്. മനസ്സിലായി. ഞങ്ങള് കത്തോലിക്കയിൽ നിന്ന് എല്ലാം വിട്ടേച്ച് വന്നത്. അന്ന് കത്തോലിക്കയിൽ നിന്ന് വിട്ട് പിന്നെ പുരോഹിതനായിരുന്നോ? ഞാൻ സെമിനാരി പഠിച്ച് എല്ലാ പണിയും ചെയ്തതാ. പിൻകാലത്ത് ഞാൻ കുടുംബസ്ഥനായി. അങ്ങനെ ഞാനിത് വിട്ട് ഞങ്ങള് പിന്നെ ഒരിതിലും പോകാതെ ഇങ്ങനെ സുഖമായി ഞങ്ങൾ ജീവിക്കുന്ന സമയത്താണ് ഒരു ദൈവദാസൻ വന്ന് സുവിശേഷം അറിയിച്ച് ഞങ്ങൾ രക്ഷയിലോട്ട് വന്നത്. അങ്ങനെ പറയില്ലേ, രക്ഷയിലേക്ക് വന്നു എന്നും പറയല്ലേ, രണ്ടും പറയല്ലേ. എന്ത് രക്ഷ? ആരുടെ രക്ഷ? പെന്തക്കോസ്തിലേക്ക് ആത്മരക്ഷ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അവന്മാര് പറയുന്നതല്ലേ. എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ നമ്മൾ വരുന്നത്. ഒരു രക്ഷയെ നമ്മൾ പ്രാപിച്ചിട്ടില്ലാന്ന് ഇപ്പം വച്ചാൻ തന്നെ സാക്ഷ്യപ്പെടുത്തു എന്നോട്. അങ്ങനെ ഇതിലേക്ക് വന്ന് ഞാൻ അപ്പൊ ഈ കത്തോലിക്കയിൽ സെമിനാരി പഠിച്ചു. പിൻകാലത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. സുവിശേഷ വേല ചെയ്തപ്പോൾ പിന്നെ ഇതിലും പോയി IPCയിൽ ഞാൻ ചെന്ന് സെമിനാരി പഠിച്ച് സുവിശേഷ വേലയൊക്കെ ചെയ്തു. യവന്മാർ നമ്മൾ 10-50 പേര് കൂട്ടി ഒരു ആരാധനയൊക്കെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ അവന്മാർ അവരുടെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് വേണ്ട എല്ലാ കള്ള പരിപാടികളും പറഞ്ഞ് ചിലത്തി നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ആളിനെ കയറ്റും. ഇതാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ IPCയുടെ ഇതിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരും കൂടെ ഈ സുവിശേഷ വേലയിൽ നിന്ന പല മാപ്ലൈൻസുകളുണ്ട്. അവരൊക്കെയും പറയും നമുക്ക് എഴുതിയിടാം എന്ന് പറയും. അപ്പോൾ എഴുതിയിടുമ്പോൾ അവർക്കൊക്കെയും കുവൈറ്റിലും ദുബായിലും പല രാജ്യങ്ങളിലും പിന്നെ പാസ്റ്റേഴ്സായിട്ട് അവരെയൊക്കെ വിളിക്കും. നമ്മളെയൊന്നും ഇത് ചെയ്യില്ല. ഞാൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന വ്യക്തിയാണ്. അത് പറയാൻ വേണ്ടി വളരെ കെ.വി. തോമസ് എന്ന് പറഞ്ഞ അച്ചായൻ പറഞ്ഞ യഥാർത്ഥ ശരിയാണ് കേട്ടോ. പാസ്റ്ററായിട്ട് തന്നെ ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ടോ? ഇപ്പോഴും ഞാൻ പാസ്റ്ററായിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാത്തത് എന്ത്? എന്റെ പൊന്നു സാറേ, മാറി ഇപ്പൊ ആൾക്കാരെന്ത് വിചാരിക്കും? നമ്മുടെ പൈസ കൊണ്ട് എന്റെ ഭാര്യയുടെ പൊന്നും ഒക്കെ വിറ്റ് ഓരോ സ്ഥലത്ത് 10 സെന്റ് സ്ഥലം എടുക്കും, ആലയം വെക്കും. 10-50 പേര് കൂടി വരുമ്പോ ഇവര് വന്ന് കൊള്ളത്തരവും കള്ളത്തരവും ഒക്കെ പറഞ്ഞ് നമ്മളെ വിരട്ടി വിടും.
അങ്ങനെയാണ് ഇവരുടെ ആൾക്കാരെ കൊണ്ട് ചേർക്കും. അത് പിന്നെ അവിടെ പോകണം, നിങ്ങൾക്ക് വേറൊരു മാറ്റം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇവരുടെ തന്ത്രമാണ്. കുറുവാ സംഘത്തിനേക്കാളും വലിയ കൊള്ളക്കാരന്മാരല്ലേ ഇവന്മാര്? യവന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ആച്ചാൻ പറഞ്ഞ ശരി തന്നെ. ഈ ഹൈസ്കൂളിൽ പഠിക്കാത്തവരെ പോലും ഇവര് പിന്നെ ഇതിൽ കൊണ്ട് ഓരോ വലിയ വലിയ സഭകളിൽ ചേർക്കുകയാണ്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും വ്യക്തികളെ വടക്കേ ഇന്ത്യയിലേക്ക് വിട്ടിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ ചർച്ചുകളിൽ അവരുടെ കുടുംബക്കാരായിരുന്നാൽ മതി. നമ്മുടെ പിന്നെ ഇന്ന വാസന മോന, ഇന്ന വാസന ചെറുമോന, ഇന്ന 3-ാം തലമുറക്കാരന, 4-ാം തലമുറക്കാരന എന്ന് പറഞ്ഞ് ഓരോ വമ്പൻ സഭയിൽ കൊണ്ടുവന്ന് അവിടുത്തെ എല്ലാം മോട്ടിച്ചെടുത്തുകൊണ്ട് പോകും. ഇവന്മാർ പരിശുദ്ധാത്മാവ് പോലും പ്രാപിക്കാത്തവരാ. വെട്ടിപ്പും തട്ടും. ഇവർ പലരും പെണ്ണുപിടിയും അത് പിടിയും ഇത് പിടിയായിരിക്കുന്നത്. പക്ഷെ അവരുടെ ആളായിരുന്നാൽ മതി. ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കൊരു ഒരു വംശവെറി ഇതിനകത്ത് ശരിക്കുണ്ടോ? അതായത് ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ലത്തീൻ സമുദായത്തിൽ നിന്നോ ഒക്കെ വന്നവർ ശരിക്കും ഒരു ഡിസ്ക്രിമിനേഷൻ ഇവന്മാരുടെ ഇടയിലുണ്ടോ? തീർച്ചയായും ഞാൻ കത്തോലിക്കയിൽ നിന്ന് വന്നതാ. തീർച്ചയായും ഇവർക്കെന്ന് പറഞ്ഞാൽ ജാതി സ്പിരിറ്റാണ്. അവരുടെ ആൾക്കാരായിരുന്നാൽ മതി. പിന്നെ അതുപോലെ എന്തുവാ അവരുടെ വാക്കുകളൊക്കെ ഇങ്ങനെ എന്തുവാ എപ്പോഴും വടക്കൻ ഭാഷ പറഞ്ഞു. അതുപോലെ തന്നെ തിരുവനന്തപുരക്കാരെ ഒന്നും മാനിക്കൂല. അതുപോലെ തന്നെ ഇത് ജാതി പറഞ്ഞാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. ഒറ്റ എണ്ണത്തെ കയറിയ പെണ്ണുങ്ങളെ കൊണ്ടുപോകും. ഇതാണ് ഇവനൊക്കെ ഭയങ്കര നോണ. നമ്മളൊക്കെ സ്വർഗം എന്ന് പറഞ്ഞാണ് കാല് വെച്ചത്. ഞാന് വോട്ടിടക്കം ഉണ്ടായിരുന്നു കുമ്പനാടെ. അവിടെ പോയപ്പോ മീൻ ചന്തയിൽ കേൾക്കാത്ത ചീത്ത വിളിയാണ് ഈ സ്ഥാനാർത്ഥികൾ. അല്ല, മീൻ ചന്തക്കാരെ നമ്മൾ എന്തിനാ, അവരൊക്കെ ഇവരെക്കാളും എത്രയോ ഭേദമുള്ള അവരെ നമ്മൾ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? അവരുടെ മീൻ വിൽക്കുന്നവരുടെ കാല് കഴുകി കുടിക്കാൻ യോഗ്യത ഉള്ളവന്മാരാണ് ഇവന്മാര്. നിങ്ങൾ മുഹമ്മദിയന്മാര് ചന്തയിൽ പോലും വിളിക്കാത്ത ചീത്ത വിളിയാണ് ഇവർ തമ്മിൽ. അല്ല, അവരൊക്കെ എത്രയോ ഭേദം. അവരെയൊക്കെ കമ്പയർ ചെയ്യാതെ അവരൊക്കെ എത്രയോ അന്തസ്സുള്ള മനുഷ്യര്. അയ്യേ, ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു ആഭരണം ഇടരുത്, അത് ഇടരുത്, ഇത് ഇടരുത്, പിന്നെ മാനസാന്തരം അത് ഇത് എന്നാ പറയുന്നത്. പക്ഷെ ഇവര് പിന്നെ കോടികളുടെ വീടുകൾ വെച്ച് കോടികളുടെ വാഹനങ്ങൾ പിന്നെ ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇതെല്ലാം പാവപ്പെട്ട ദൈവമക്കൾ, ആ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ബന്ധുക്രോസിൽ വരുന്ന എല്ലാവരെയും പിഴിഞ്ഞെടുത്ത് ഇവർ സ്ഥാപനങ്ങൾ ഇവരുടെ സ്വന്തം പേരില്ല, ഇതെല്ലാം സ്വന്തം പേരിലാണ്. ഇതൊന്നും ഈ പിന്നെ സംഘടനയുടെ പേരല്ല. ഈ സഭകളായിരുന്നാലും സ്ഥാപനങ്ങളായിരുന്നു എല്ലാം സ്വന്തം പേരിലാണ്. പറയുന്ന കർത്താവ് ദാ വരുന്നതാ മേഘത്തിന്റെ ഇടയിലെത്തി എന്ന് പറഞ്ഞ് ഇത് പറ്റിപ്പാണ് ഇവന്മാർ കാണിക്കുന്നത്. ഇവരുടെ കയ്യിലെന്നൊരു മാസ് ഫിലിം വേറെ, അതായത് ഈ ഹിപ്നോട്ടിസം പോലെയാണ്. ഇവർ ഏതൊരു വീട്ടിൽ കയറിയാലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഈ ആൾക്കാരെ വശീകരിക്കാനുള്ള ഭയങ്കര തന്ത്രമായ ഒരു പൈശാചിക ശക്തി ഇവർ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ജനത്തെ പതുക്കെ പൈസ ഉള്ളവരെ നോക്കി എടുത്ത് ഉപയോഗിക്കുന്നത്. പെണ്ണുങ്ങളെയൊക്കെ ആദ്യം അമ്മാമ്മേ കൊച്ചമ്മേ എന്ന് പറഞ്ഞ് പതുക്കെ വീടുകളിൽ എത്തിച്ച് അവസാനം അവരുടെ പിന്നെ വേപ്പും കുടുപ്പും എല്ലാമായി അവിടെ ഉള്ള ഭർത്താവ് പുറത്തുമാവും, ഇവരകത്തുമാവും. ഇവരെ മിക്ക പേര് 98% ഈ പിന്നെ പെണ്ണുപിടി കേസിൽ പിടിച്ചത്. പെണ്ണുപിടി കേസും പിന്നെ ദ്രവ്യാഗ്രഹമാണ് ഇവരുടെ ഏക ഇത്. ഇവർ പറയും ഒന്നും വേണ്ട, ഒന്നും ഇവിടെ ഒന്നുമില്ല, കർത്താവ് ദാ വരുന്നു, എല്ലാം ഇട്ടേച്ച് പോകണം, ഇട്ടേച്ച് കളഞ്ഞേച്ച് പോകണം എന്ന് പറയുകയും കോടിക്കണക്കിന് രൂപയുടെ പിന്നെ മണിമാളികളാണ് ഇവർ പണിയുന്നത്. ഇവർക്ക് എസ്റ്റേറ്റുകളും കാറുകളും ബംഗ്ലാവുകളും ഒന്നുമില്ലാതെ നമ്മൾ പറയും KE എബ്രഹാം ഒരു ബൈബിൾ മാത്രം ഉണ്ടായിരുന്നു. ആ തലമുറകളുടെ സമ്പത്ത് അത് ഓരോരുത്തരുടെ സമ്പത്തുകൾ ഓരോരുത്തർ ഇട്ടുമൂടാനുള്ള സമ്പത്തുകളാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഷയം ഇന്ത്യയിലുണ്ടായാൽ അവരൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി കളയും. ഇവർക്കെല്ലാവർക്കും വിസകളുണ്ട്. സാധുക്കളായ ദൈവമക്കൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കോസ്തുകാർ കിടന്ന് അനുഭവിക്കും. പാവപ്പെട്ട ദൈവദാസന്മാർ, പാവപ്പെട്ട അനേക ദൈവദാസന്മാർക്ക് ഭവനങ്ങളില്ല, അനേക പെൺകുട്ടികളെ കെട്ടിച്ചുവിടാൻ ഗതിയില്ല, അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഗതിയില്ല. ഇവരൊക്കെയും പറയും വിശ്വാസത്താൽ എന്നിട്ട് ഇവരൊക്കെയും സകലതും വാരിക്കൂട്ടും. ഇവർ പുറം രാജ്യത്ത് തോമാച്ചൻ പറഞ്ഞ യഥാർത്ഥ കാര്യമാണ്. ഇവർ പുറം രാജ്യത്ത് പോയി ഇവർ പോകുമ്പോൾ ഇവർക്കാണ് വിസകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെ പുറം രാജ്യത്ത് പോകാൻ വേണ്ടിയാണ് ഇവിടെ പിന്നെ ലക്ഷക്കണക്കിന് രൂപകൾ കൊടുത്ത് അടിയും ബഹളവും നടത്തി ഇവർ പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഇങ്ങനെ ഓരോ പിന്നെ ഇതൊക്കെ മേടിച്ചിട്ട് പുറം രാജ്യത്തെ സഭകളിൽ പോയി അവിടെ നിന്ന് പണങ്ങൾ ഉണ്ടാക്കും. അവർ പറയും
ഒരു ഓഹരി സഭയ്ക്കും ഒരു ഓഹരി ഇവർക്കും. ഈ 2 ഓഹരി ഇവര് തന്നെ എടുക്കും. എടുത്തിട്ട് മക്കളുടെ പേരിനും കൊച്ചുമക്കളുടെ പേരിനും പിന്നെ വസ്തുക്കൾ എടുക്കുക, കെട്ടിടങ്ങൾ വയ്ക്കുക, ഓരോരുത്തരുടെ ആസ്തികൾ. ഈ ഇപ്പൊ കെ പി ഓനെ പോലെയാണ് മറ്റൊരു പാവപ്പെട്ട ഉപദേശിനെയും കാണുന്നത്. അവർക്ക് ഭക്ഷണം ഇല്ല, കയറി കിടക്കാൻ കിടക്കാടമില്ല. ഇതുപോലെ തന്നെ കെ.സി. ജോൺ ആയിരുന്നാലും കെ.സി. തോമസ് ആയിരുന്നാലും പിന്നെ വത്സൻ അബ്രഹാം, അതുപോലെ തന്നെ പി.സി. ചെറിയാൻ, പിന്നെ സാമുവൽ, ഇങ്ങനെയുള്ള എല്ലാ ആശാന്മാരും അവരുടെ ആസ്തികൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഈ ഹിന്ദുക്കളായ സഹോദരന്മാർ സുവിശേഷത്തിന് എതിരായി നിൽക്കുന്നത്. ഇവർ കോടികൾ നേടിക്കൂട്ടും. ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ പണം സമ്പാദിച്ച് ഇവരുടെയൊക്കെ ആസ്തികൾ പുറം രാജ്യത്താണ്. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സാക്കി ഇത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. പിന്നെ VT ജോസഫ് എന്ന് പറയുന്ന അയാളുടെ മക്കൾ, അതായത് വിൽസൺ ജോസഫ്, ജോൺ ഇങ്ങനെയുള്ള പലരും ഭയങ്കര തന്ത്രജ്ഞന്മാരാണ്. ഇവർക്ക് ആടുകളുടെ പാലുകൾ ഇടയന്മാർ കുടിക്കുക, ഇത് തന്നെ. അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ ഉള്ളവരാണ്. മാംസം അറുത്തെടുത്ത് തിന്നുകയല്ലേ? പാല് കുടിച്ചോട്ടെന്ന് വെക്കാം, അറുത്ത് തിന്നുകയല്ലേ? ഓ ഇത് പിന്നെ എന്തരച്ചാ, അയ്യോ ഇത് അങ്ങനെയാണ്. അവര് തൊട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുളം തോണ്ടി എടുത്തിട്ടേ പോകും. അവര് പറയും ആത്മാവ് പറഞ്ഞു വിട്ട് ഞങ്ങളെ 3 വർഷത്തെ ഈ സഭയിൽ വരുന്ന കർത്താവ് പറഞ്ഞ് ചെന്നായ്ക്കളുടെ ഇത് കുഞ്ഞാടിന്റെ വേഷമാണ് ഞാൻ ചെന്നായ്ക്കളുടെ. ഈ വരുന്ന ഏതെല്ലാം സഭകളുണ്ട് ആ സഭകളെയൊക്കെ അവസാനം തകർത്തില്ലാതാക്കിയാണ് അവർ പോകുന്നത്. ആ കെ.വി. തോമാച്ചൻ പറഞ്ഞ യഥാർത്ഥ സത്യമാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ കാല് തൊട്ട് തൊഴുതും. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ച പോലെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ പാസ്റ്ററെ തെറി വിളിക്കുവാൻ പോകുന്ന ദ്രവ്യദാസന്മാർ അവരവരുടെ നിലവാരമനുസരിച്ചുള്ള ക്ലാസിക് തെറികൾ വിളിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അറിയുവാൻ മേലാത്ത തെറികൾ വിളിക്കുന്നവർക്ക് ഞങ്ങൾ ഒരു സൂത്രം വരുന്നതാണ്. അത് വീട്ടിൽ കൊണ്ട് കൃത്യമായി നൽകുന്നതുമാണ്. നാളെ പാസ്റ്റർ കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ 2ാം ഭാഗം മറക്കാതെ കാണുക. അതുപോലെ മറുഭാഷക്കാരന്മാർ പോയി വല്ല അണ്ടിയാപ്പീസിലും വല്ല പണിയും കിട്ടുമോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ കാര്യം പോക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.